സത്യത്തിൽ ചിലപ്പോ എനിക്ക് തോന്നും എന്റെ ആനി പറയുന്നതാണ് ശരിയെന്ന്. ഇതൊക്കെ മതിയാക്കി അവനവന്റെ പാട് നോക്കി കഴിയുന്നതാ ബെസ്റ്റ്. ഇന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒരു സിനിമയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ വളരെ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാ. അതിനിടയ്ക്ക് ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ. ചേന്നങ്കിരി ബാറിൽ ഒരു പണിമുടക്ക് ചർച്ച, പിന്നെ ഒരു ഗർഭസത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യല്. പരസ്പരം മനസ്സിലാക്കുന്നവരല്ലേ ഐഡിയൽ കപ്പിൾ, മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്നെ വിശ്വസിക്കൂ, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക. കൂട്ടിലടച്ച കിളിയെ പോലെ ഇങ്ങനെ ഒരാൾ ഇവിടെ എത്ര നേരം കാത്തിരിക്കാന്ന് വല്ല വിചാരമുണ്ടോ? ഇങ്ങനെ കൂട്ടിക്കേറി ഇരിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? വെറുതെ ആനി തോമസ് കോര BSc LLB എന്നൊരു ബോർഡ് വെച്ചതുകൊണ്ടായില്ല. ആ ഗൗൺ എടുത്തിട്ട് കൂടെ കൂടെ കോടതിയിൽ പോണം. ഇനി കേസ് അല്പം കുറവാണെങ്കിൽ തന്നെ വെറുതെ എന്റെ കൂടെ ഓഫീസിൽ വന്നിരുന്നൂടെ? ഇനി അതൊന്നുമല്ല, ഒരു ഹോബിക്കാണെങ്കിൽ പോലും അല്പം സ്വല്പം രാഷ്ട്രീയം ആയിക്കൂടെ? ഒരു കാര്യം അറിയോ, വനിതകൾക്ക് അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ 33% സംവരണ വരാൻ പോണേ. അല്ലെങ്കിലും മനുഷ്യർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും കോരവക്കീലിന്റെ അജണ്ടയിൽ പറഞ്ഞിട്ടില്ലല്ലോ. പള്ളിയിൽ ധ്യാനത്തിന് പോകാൻ, അതുമല്ലെങ്കിൽ അമ്പലത്തിൽ നമുക്ക് ഉരുളി കമഴ്ത്തുന്ന ഒരു നേർച്ചയുടെ കാര്യം, ഒന്നിനും നിങ്ങൾക്ക് സമയമില്ല. ഒരു വിപ്ലവ പാർട്ടിയുടെ നേതാവ് ധ്യാനത്തിനൊക്കെ പോകാന്ന് പറഞ്ഞാല് എന്റെ ഇമേജ് മൂത്ത് നരയ്ക്കുന്നത് വരെ ഇമേജ് നോക്കിയിരുന്നോ? വന്ന് ഇപ്പൊ തനിക്ക് തമാശ പറഞ്ഞാലും മനസ്സിലാവാണ്ടായി. ഈ ആനി പറയുന്നതിനപ്പുറം ഒരു കോരയുണ്ടോ? എവിടാന്ന് വെച്ചാലും നമുക്ക് പോകാം. പിന്നെ നമ്മൾ തന്നെ കൊതി തീരും വരെ ഒന്ന് സ്നേഹിച്ച് തീർന്നിട്ടില്ല. അതിനിടയ്ക്ക് ഒരു ചോട്ടാ കക്ഷിയുടെ ഇടിച്ചേറി വരണോ?